ഇസ്രായേൽ ഇറാൻ യുദ്ധം അറുതിയില്ലാതെ തുടരുകയാണ്. ഇരു രാജ്യങ്ങളും മിസൈൽ ആക്രമണം തുടരുന്നു. ഇറാൻ മിസൈൽ ആക്രമണം തുടരുമ്പോൾ ഇറാനെ അമേരിക്ക ആക്രമിക്കുമോ എന്നതിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിൽ തീരുമാനം 2 ആഴ്ചക്കകം ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പ്രതികരണം. നമുക്ക് അശ്വജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അശ്വജിത്ത്, ഇറാന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായ മിസൈൽ ആക്രമണമാണ്. കുറേയൊക്കെ ഇസ്രായേൽ പ്രതിരോധിക്കുന്നുണ്ടാകും, പക്ഷേ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് നിലവിൽ ഏറ്റവും ഒടുവിലായും ഇതേ നിലയ്ക്ക് പരസ്പരമുള്ള ആക്രമണങ്ങൾ തുടരുകയാണോ ഇരു രാജ്യങ്ങളും? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ അതിശക്തമായ ആക്രമണം തുടരുകയാണ് ഇരു രാജ്യങ്ങളും. ഏറ്റവും ഒടുവിലത്തൊരു അപ്ഡേറ്റ്സ് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇസ്രായേലിൽ ഹൈഫ നഗരത്തിൽ കനത്ത ആക്രമണം നേരിടുന്നതായി ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ മിസൈലുകൾ ഹൈഫ ലക്ഷ്യമാക്കി വരികയും അതിൽ പലതും ഈ മിസൈൽ ഡോം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, അയൺ ഡോം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിച്ചു എന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം ഇറാന്റെ വടക്കൻ മേഖലകളിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം പ്രധാനമായും നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ അറാഖ് ആണവ സംവിധാനങ്ങളുടെ കേന്ദ്രമൊക്കെ ആക്രമിച്ചതിനെ ചൊല്ലി വലിയ ആശങ്കകൾ ലോകത്ത് നിലനിന്നിരുന്നു. ഒരുപക്ഷെ അതിൽ ഒരു വ്യക്തത കൂടെ വരുന്നുണ്ട്. അവിടെ റേഡിയേഷൻ പോലെ ഗുരുതരമായി ഭയപ്പെടുന്ന സാഹചര്യങ്ങളൊന്നുമില്ല എന്നതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് നിലവിലെ ഒരു സ്ഥിതി. ദിവി സൂചിപ്പിച്ച പോലെ തന്നെ ഇനി അമേരിക്കയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇന്നലെ രാത്രി ഒരു പ്രതികരണം നടത്തുന്നുണ്ടായി. എനിക്ക് തോന്നുന്നു ആ പ്രതികരണം കേട്ടതിന് ശേഷം വിശദാംശങ്ങളിലേക്ക് വരാൻ തോന്നുന്നു. I don't want to get involved either, but I've been saying for 20 years, maybe longer, that Iran cannot have a nuclear weapon. I've been saying it for a long time. And I think they were a few weeks away from having one. And they had to sign a document. I think they wish they signed it now. It was a fair deal. And now it's a harder thing to sign, you know. It's a lot of water over the dam. But, you know, it's very, I say it very simply. Iran can't have a nuclear weapon. ബറാക് ഒബാമയുടെ കാലത്തുണ്ടായ ന്യൂക്ലിയർ ഡീലിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയത് ട്രംപ് അധികാരത്തിലെത്തിയപ്പോഴാണ്. എന്തായാലും ട്രംപിൻ്റെ കൂടുതൽ മിസ്കാൽക്കുലേഷൻസ് ഈ മേഖലയെ ഏത് തരത്തിലുള്ള അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ മുൻകൂട്ടി പറയാനാവില്ല. അശ്വത്ത് തുടരുന്നത്. അശ്വത്ത്, ബേർഷബയിലെ ആശുപത്രി ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഖാംനെയിയെ ഞങ്ങൾ വെറുതെ വിടില്ല, ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേൽ വിചാരിച്ചിടത്ത് യുദ്ധം നിൽക്കുന്നില്ല, കാരണം 2 ശക്തികൾ തമ്മിലുള്ള പോരാട്ടമായി ഇത് മാറുകയാണ്. കൂടുതൽ മിസൈൽ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടവും ആൾനാശവും ഉണ്ടായിട്ടുണ്ടോ? അഭിലാഷ്, തീർച്ചയായും ഇന്ന് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം കൂടെ വരികയുണ്ടായി. അതായത് ട്രംപിൻ്റെ ഈ വാക്കുകൾ കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ തങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, തങ്ങൾ ഒറ്റയ്ക്ക് തന്നെ യുദ്ധം നയിക്കാൻ സജ്ജരാണെന്ന തരത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുകയുമുണ്ടായി. അപ്പോൾ ഒരുപക്ഷെ എസ്കലേഷൻ നമുക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരുപക്ഷെ വളരെ പെട്ടെന്ന് ഉണ്ടാവുമെന്ന സൂചന ഒരു തരത്തിലും ഇസ്രായേൽ നൽകുന്നുമില്ല. എന്നാൽ ഇതിലൊപ്പം ഈ ഇസ്രായേലിൽ കനത്ത നാശം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ വലിയ തിരിച്ചടിയായി ഇസ്രായേൽ വ്യാഖ്യാനിക്കുന്നു. അവിടെ ധാരാളം ആൾനാശം ഉണ്ടാകുകയും ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്ക് പ്രകാരം ഇസ്രായേലിൽ മാത്രം കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഏതാണ്ട് 20-ലേറെ പേർ കൊല്ലപ്പെടുകയും 270-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അപ്പോൾ ഇരുപക്ഷത്തും ആൾനാശം ഉണ്ടാവുന്നുണ്ട്. ഇനി ഇത് ഈ രീതിയിൽ തന്നെ തുടർന്നാൽ ഒരുപക്ഷെ അത് ഏത് അവസ്ഥയിൽ പോയി നിൽക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ശരി, അശ്വജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിലെ ആശങ്കകൾ പലപ്പോഴും ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമോ, അത് ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാക്കുമോ എന്ന ആശങ്ക എല്ലായിടത്തുമുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ, അതിനെ ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് കൂടി ദൃശ്യങ്ങളിൽ കാണാം. ഇസ്രായേലിൻ്റെ ആകാശത്ത് വിവിധ ഇസ്രായേലി നഗരങ്ങൾ ആക്രമിക്കാൻ ഇറാന് കഴിഞ്ഞിരുന്നു. അപ്പോൾ അയോൺ ഡോം ഉണ്ട് എങ്കിൽ പോലും എല്ലാ മിസൈലുകളും ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് വലിയ ആൾനാശം ഇസ്രായേലിലും ഉണ്ടാവുന്നത്. വിനാശകരമായ ഒരു യുദ്ധം എന്ന് നമുക്ക് ഇറാൻ-ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനെ വിശേഷിപ്പിക്കാം. ഇതേസമയം നമുക്ക് ഇസ്രായേൽ ഇറാനിൽ ലക്ഷ്യം വയ്ക്കുന്ന ആണവ നിലയങ്ങൾ എന്തുകൊണ്ടാണ് അത് ഇത്രമാത്രം ലോകത്തിന് തന്നെ ആശങ്കയാകുന്നത് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീർച്ചയായും അറാഖ് ആണവ നിലയമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ഇറാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആണവ നിലയമാണ് അറാഖ്. ആ അറാഖാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇറാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ പ്ലാന്റിന്റെ പ്രത്യേകത, അത് ഹെവി വാട്ടർ റിയാക്ടറാണ് ഈ അറാഖിലേതെന്നതാണ്. അത് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറും.
നഥാൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ആണവ കേന്ദ്രമാണ്. അതുപോലെ തന്നെ ഹെവി വാട്ടർ ന്യൂക്ലിയർ, ഈ ഹെവി വാട്ടർ ഉപയോഗിക്കുന്നത് കൂളൻ്റ് ആയിട്ടാണ്. അറാഖ് ആണവ നിലയത്തെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ലക്ഷ്യം വെച്ചിരുന്നു. പക്ഷേ ആണവ വികിരണം ഉണ്ടായിട്ടില്ല എന്നാണ് IAEA തന്നെ പറയുന്നത്. അറാഖ് വളരെ തന്ത്രപ്രധാനമായ ഒരു പരീക്ഷണ നിലയമാണ്. ഹെവി വാട്ടർ ഉപയോഗിക്കുന്ന പരീക്ഷണ നിലയം എന്ന നിലയിലാണ് അറാഖ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഹെവി വാട്ടർ നിർമ്മാണ നിലയം കൂടിയാണ്. ആണവായുധം പരീക്ഷിക്കുന്നതിലോ അല്ലെങ്കിൽ അത് വികസിപ്പിക്കുന്നതിലോ ഏറ്റവും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന പ്ലൂട്ടോണിയം സംഭരിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ അറാഖ് എന്നതുകൂടി അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ്. 2003 ഇറാൻ ആരംഭിച്ച പ്ലാന്റാണ് അറാഖിലേത്. ആ അറാഖ് പ്ലാന്റാണ് ഇസ്രയേൽ ലക്ഷ്യം വെച്ചത്. ആദ്യത്തെ ദിവസം തന്നെ നതാൻസിലെ പ്ലാന്റ് ലക്ഷ്യം വെച്ചിരുന്നു. ഈ ആണവായുധം എന്ന് നമുക്ക് പറഞ്ഞുകൂടാ, ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുക വഴി ഒരു തരത്തിൽ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഇറാനെ ക്രിപ്പിൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ആണവ വികിരണം ഉണ്ടായാൽ അത് വളരെ വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതൊരു വലിയ ഗാമ്പിളാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന എക്സിലൊക്കെ വരുന്ന ദൃശ്യങ്ങൾ, അതായത് ജോർദനിലൊക്കെ ആളുകൾ പാർട്ടി ടെറസിൻ്റെയൊക്കെ മുകളിൽ പാർട്ടി ചേരുമ്പോൾ അല്ലെങ്കിൽ പാട്ടുപാടി ആഘോഷിക്കുമ്പോൾ ആകാശത്തൂടെ പോകുന്ന മിസൈലുകളാണ്. അതിനെ ചിത്രീകരിക്കുന്ന, അതിൽ സെൽഫി എടുക്കുന്നത്. നമ്മൾ ലോകത്തിൽ വേറൊരു രൂപമാണ് കാണുന്നത്. രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ കിടക്കുന്ന രാജ്യങ്ങൾ അവിടെ ആഘോഷിക്കുമ്പോൾ അവരുടെ തലയ്ക്കുമീതെ മിസൈലുകൾ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും മിസ്കാൽക്കുലേഷൻ വന്നാൽ മറ്റ് രാജ്യങ്ങൾക്കും അപകടകരമായ സ്ഥിതി ഉണ്ടാകും. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.